തിരികെ വാർത്തകളിലേക്ക്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെയും ബോർഡ് അംഗം അജികുമാറിനെയും കസ്റ്റഡിയിൽ കിട്ടുവാൻ അപേക്ഷ നൽകാൻ ഒരുങ്ങുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. തിരുവനന്തപുരം സ്പെഷ്യൽ ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതികൾക്കായി SIT ഇന്ന് വിജിലൻസ് കോടതിയിൽ അപേക്ഷ സമർപ്പിക്കും. വിജിലൻസ് കോടതി പ്രതികളെ ഒരു ദിവസത്തെ കസ്റ്റഡിയിൽ വിടാനാണ് സാധ്യത. മനോജാണ് വിവരങ്ങൾ നൽകുന്നത്. മനോജ്, ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ഏറ്റവും ഒടുവിൽ നടന്ന അറസ്റ്റ് PS പ്രശാന്തിന്റെയും അജികുമാറിന്റെയുമാണല്ലോ. അപ്പോൾ ഇവരെ വിശദമായി ചോദ്യം ചെയ്യേണ്ടത് സ്വാഭാവികമായും അനിവാര്യമാണ്. അപ്പോൾ കോടതി ഈ രീതിയിൽ, അതായത് അന്വേഷണ സംഘത്തിന് അനുകൂലമായ ഒരു തീരുമാനം സ്വാഭാവികമായിട്ടും എടുക്കുമല്ലോ. അങ്ങനെ വേണ്ടേ അനുമാനിക്കാൻ? തീർച്ചയായും പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ വിജിലൻസ് കോടതി പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടു നൽകും. ഒരു ദിവസത്തേക്കാകും വിട്ടു നൽകുക. അങ്ങനെ ഒരു ദിവസത്തേക്ക് ഈ പ്രതികളെ കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിനാണ് SIT ഒരുങ്ങുന്നത്. PS പ്രശാന്തും അജികുമാറും ഇവർ രണ്ടുപേരുമാണ് കഴിഞ്ഞ 23-ാം തീയതി അറസ്റ്റിലാകുന്നത്. പ്രശാന്തിനെ വീട്ടിലെത്തി പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ശബരിമല സ്വർണ്ണ കവർച്ച 2019 നടന്ന സ്വർണ്ണ കവർച്ച 2025 മറച്ചുവെക്കാൻ ശ്രമിച്ചതായാണ് SITയുടെ കണ്ടെത്തൽ. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് ഇരുവരുടെയും അറസ്റ്റിലേക്ക് നീങ്ങിയത്. എന്തായാലും രണ്ടുപേരെയും ചോദ്യം ചെയ്യുന്നതിലൂടെ ആദ്യത്തെ ദിവസം തന്നെ, അതായത് അറസ്റ്റിലായ ദിവസം തന്നെ ഇവരെ ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ പോലും ഇനിയും നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ രണ്ടുപേരെയും ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതനുസരിച്ചാകും പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്കുള്ള നടപടി. എന്തായാലും രണ്ടു പ്രതികളാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റിലായിട്ടുള്ളത്. ഇനി ബാക്കിയുള്ളവരിലേക്ക് കൂടെ ഈ അന്വേഷണം എത്തുകയാണ്. ഈ PS പ്രശാന്ത് ഉൾപ്പെടെ അറസ്റ്റിലാകുന്നതിന് മുൻപ് പറഞ്ഞിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ അടക്കം പേരുകൾ SITയുടെ നിരീക്ഷണത്തിലുണ്ട്. അപ്പോൾ ഇവരിലേക്കും അന്വേഷണം നീളാനാണ് സാധ്യത. എന്തായാലും ഈ 2025 ദ്വാരപാലക ശില്പപാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട ദുരൂഹത നിലനിന്നിരുന്നു. ഹൈക്കോടതി നിയോഗിച്ചിരുന്ന സ്പെഷ്യൽ കമ്മീഷണറെയോ അല്ലെങ്കിൽ ദേവസ്വം ബെഞ്ചിനെയോ അറിയിക്കാതെ ഈ ദ്വാരപാലക ശില്പപാളികൾ സ്വർണം പൂശാനായി പുറത്തേക്ക് കൊണ്ടുപോയത് എന്തിനായിരുന്നു എന്നുള്ള ചോദ്യമാണ് ഉയർന്നത്. ഇതുമായി ബന്ധപ്പെട്ട SITയുടെ അന്വേഷണമാണ് പിന്നീട് ഇവർക്ക് കൂടെ ഈ 2019 സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് പങ്കുണ്ട്, അല്ലെങ്കിൽ അത് മറച്ചുവെക്കാൻ ശ്രമിച്ചു എന്ന കണ്ടെത്തലിലേക്ക് എത്തുന്നത്. എന്തായാലും PS പ്രശാന്തിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വൈരാഗ്യമാണെന്നുള്ള രീതിയിലായിരുന്നു വിശദീകരണമൊക്കെ വന്നത്. അതായത് അറസ്റ്റിലാകുന്നതിന് മുൻപ് തന്നെ PS പ്രശാന്ത് സമൂഹ മാധ്യമങ്ങളിലടക്കം ഇക്കാര്യങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് SIT അടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ്. കൊല്ലം വിജിലൻസ് കോടതിയാണ് നടപടിക്രമങ്ങൾ തുടർന്നു വരുന്നത്. ഈ സ്പെഷ്യൽ ജയിലിലാണ്, ഇപ്പോൾ തിരുവനന്തപുരത്തെ സ്പെഷ്യൽ ജയിലിലാണ് ഈ രണ്ട് പ്രതികളുമുള്ളത്. അങ്ങനെയെങ്കിൽ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്ന കോടതി അടുത്ത ദിവസം തന്നെ ഇവരെ പ്രൊഡ്യൂസ് ചെയ്യാൻ നിർദ്ദേശിക്കുകയും കോടതിയിൽ കൊണ്ടുവരുന്നതിനനുസരിച്ച് കൊല്ലത്ത് തന്നെ വെച്ച് ചോദ്യം ചെയ്യാനാണ് സാധ്യത. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ അറസ്റ്റിലായ PS പ്രശാന്തിനെയും അജികുമാറിനെയും കസ്റ്റഡിയിൽ വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇന്ന് വിജിലൻസ് കോടതിയിൽ അപേക്ഷ നൽകും. മനോജ് വിവരങ്ങൾ നൽകുകയായിരുന്നു.